തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആദ്യഘട്ടത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ട് ശതമാനം കുറവാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ടായിരുന്നു. 3 മുന്നണികളും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു നടക്കുന്നു. പക്ഷെ വോട്ട് ശതമാനം കുറഞ്ഞു. അല്ല, അതിൻ്റെ കാര്യത്തിൽ ഒന്നാമത് കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ വോട്ടിംഗ് ശതമാനം കൂടുതൽ കോവിഡ് കാലഘട്ടമായിരുന്നു. വീട്ടിലൊക്കെ പോയി വോട്ട് ചെയ്യിപ്പിച്ചിരുന്നു. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കോവിഡ് സമയത്ത് പെർഫോമൻസ് നാട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ തിരിച്ചെന്തെങ്കിലും പെൻഷൻ കിട്ടുന്നു, കിറ്റ് കിട്ടുന്നു. പൊതുവേ ഡിവൈഎഫ്ഐക്കാർ എസ്എഫ്ഐക്കാരൊക്കെ വീട്ടിൽ കയറി നന്നായിട്ട് മാസ്ക് കൊണ്ടൊക്കെ കൊടുക്കുന്നു, അതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഒരു നന്ദി പ്രകടിപ്പിക്കണം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതാണ് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇത്തവണ ഇതൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ LDF ശക്തമായ ഭീഷണിയുമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ LDF അവരുടെ വോട്ട് ചെയ്യിപ്പിക്കും. അതിൻ്റെ സിസ്റ്റം അവർക്കുണ്ട്. അപ്പം വോട്ട് ശതമാനം കുറഞ്ഞാൽ അവർക്ക് അനുകൂലമെന്നാണ് പൊതുവെ കരുതപ്പെടുക. കോൺഗ്രസ് BJP ഒക്കെ ജയിക്കണമെങ്കിൽ നല്ല ഹെവി പോളിംഗ് വരണം. അത് കഴിഞ്ഞ ഇലക്ഷനിൽ രാജീവിൻ്റെ കാര്യം നോക്കിയാൽ മതി. പോളിംഗ് ശതമാനം കുറഞ്ഞ സ്ഥലങ്ങളിൽ രാജീവ് പിന്നോക്കം പോയിട്ടുണ്ട്. അത് നല്ല പോളിംഗ് ഉള്ളത് അതായത് BJP ആസോസിയേറ്റ് കുത്തിയിരുന്നിട്ട് പോയി വോട്ട് ചെയ്ത സമയത്ത് നല്ല പോളിംഗ് വന്ന സ്ഥലത്ത് രാജീവ് ലീഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ഇത് പൊതുവേ എന്ന് വെച്ചാൽ അങ്ങനെ ജനങ്ങളെന്താ നോക്കുക, അവർക്ക് എന്ത് കിട്ടിയെന്നുള്ളത്. പൊതുവേ നോക്കുമ്പോൾ പിന്നെ സാറപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കുറവ് LDF അനുകൂലം. ആളുകളെ അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകളെ മനസ്സ് LDF അനുകൂലമാണ്. കാരണം ഭേദപ്പെട്ട കോർപ്പറേഷൻ പരിധിയിൽ, കാരണം കോർപ്പറേഷൻ പരിധിയിൽ BJP പിടിക്കുമെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നില്ല അവർക്ക് നിലവിൽ. ഞാൻ ആദ്യം വിചാരിച്ചു ഇലക്ഷൻ തുടക്കത്തിൽ നമ്മളെന്താ ഡിസ്കസ് ചെയ്ത് അവർ നില മെച്ചപ്പെടുത്തും. അപ്പം എനിക്ക് നില താഴോട്ട് പോകുന്നു. വലിയ രീതിയിൽ പോലെ ചെറുതായിട്ട് സീറ്റുകൾ കുറയും. കോൺഗ്രസ് കുറച്ചൊരു സീറ്റ് വോട്ടും കൂട്ടാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ്സുകാർ കഴിഞ്ഞ കൊല്ലത്തെ പോലെയല്ല, വളരെ സജീവമായിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ CPM സംബന്ധിച്ചിടത്തോളം ആര്യനെ ആളുകൾക്ക് ഇഷ്ടമുണ്ടോ പിണറായിനെ ആളുകൾക്ക് ഇഷ്ടമുണ്ടോ എന്നല്ല, പൊതുവേ പെർഫോമൻസ് ഉള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്പം പിന്നെ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ആരാണ്? സാധാരണ രീതിയിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. ഈ കോളനിയൊക്കെ താമസിക്കുന്നത്, ലോ മിഡിൽ ക്ലാസ്. പിന്നെ കുട്ടികൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വോട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ വിഭാഗങ്ങൾ പൊതുവെ LDF അനുകൂലമാണ്. ഇപ്പോൾ K-ഫോണും അതും ഇതൊക്കെ വന്നിട്ട് ഈ ശബരിമല കൊള്ളുന്ന അവരെ ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ വോട്ടിംഗ് ശതമാനം കൂടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പറയുന്ന കുറച്ച് എലീറ്റായ ആളുകൾ, മിഡിൽ ക്ലാസ്, ഇവരൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്താണ്. ഇവരൊന്നും ആ രീതിയിൽ ഇത്തവണ വോട്ട് ചെയ്യാൻ വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർ വോട്ട് ചെയ്താൽ അത് ആൻറ്റി LDF വോട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അല്ല, പക്ഷെ BJP ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണല്ലോ. പ്രതീക്ഷിക്കാൻ വേണ്ട. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടില്ല. അവരുടെ മേയർ അധികാരമേൽക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ വെറുതെ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ പറ്റി പറയും. അവർ ആ രീതിയിൽ അവർക്ക് അതിൽ നിരാശപ്പെടാനൊന്നുമില്ല. കാരണം അങ്ങനൊരു അത്ര മോശം പറഞ്ഞായിരുന്നില്ല കോർപ്പറേഷൻ്റെ. രണ്ടാമത്തത് ഇവരുടെ വാർഡ് വിഭജനം LDF വളരെ അനുകൂലമാണ്. അത് അന്നേ BJP സമരം ചെയ്തതാണ്. അപ്പോൾ BJP ഒരു ഹാപ്പ്ലെസ് കണ്ടീഷനിലായിരുന്നു. അതിനുള്ളിൽ നിന്ന് അവർ നന്നായി ഫൈറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം, രാജീവിന് ഒരു പണി കൊടുക്കാൻ പറ്റിയ സ്ഥലം തിരുവനന്തപുരം തോൽപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ കളി നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് BJP പുറത്തേക്ക് നന്നായി പണിയെടുത്തു. പക്ഷേ രണ്ട് കാര്യങ്ങളുകൊണ്ടാണ്. ഒന്ന്, LDF അത്ര മോശമായിരുന്നില്ല പെർഫോമൻസ്. രണ്ടാമത്തെ കാര്യം, വാർഡ് വിഭജനം LDF അനുകൂലമാണ്. 3, BJP ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആ രീതിയിൽ രാജീവിനെ സപ്പോർട്ട് ചെയ്യണോ അപ്പം മിഡിൽ ക്ലാസ്സൊന്നും തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. നാം ഈ കോർപ്പറേഷന് പുറത്തോട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി? അല്ല, അതിൻ്റെ സംബന്ധം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി BJP നില മെച്ചപ്പെടുത്തും, കോൺഗ്രസ് നില മെച്ചപ്പെടുത്തും. പക്ഷേ CPM മേൽക്കൈ ഉണ്ടാവും. കോൺഗ്രസ് ഞാൻ കേട്ട ചില സ്ഥലത്തൊന്നും ബൂത്തിൽ ഇരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ലെന്ന് കേട്ടു. സ്ലിപ്പ് കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നൊക്കെ കേട്ടു. കോൺഗ്രസ് അങ്ങനെ ഒരു ദയനീയമായ അവസ്ഥയാണത്. അപ്പോൾ എന്നിട്ട് മുന്നേറ്റം ഉണ്ടോയെന്ന് വെച്ചാൽ അവർ ഉള്ള സ്ഥലത്ത് അവർ നന്നായി പ്രവർത്തിച്ചു എന്നുള്ള ഒരു ഘടകമുണ്ട്. രണ്ട്, ഈ പറഞ്ഞ കഴിഞ്ഞ തവണത്തെ ഈ കോവിഡിൻ്റെ ഇമ്പാക്റ്റ് ഗവൺമെൻറ് വളരെ ഗുണം ചെയ്തിരുന്നു. കോവിഡ് സമയത്തെ പ്രവർത്തനങ്ങൾ. ഇത്തവണ അങ്ങനെ ഒരു പെർഫോമൻസ്, അങ്ങനെ പ്രവർത്തനമല്ല എങ്കിൽ പോലും എഡ്ജുണ്ട് LDF. അപ്പോൾ കോൺഗ്രസും BJPയും കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തും മൊത്തം നോക്കുന്ന സമയത്ത്. എന്നാൽ LDF ഭദ്രമായിരിക്കും ചെയ്യും. ആ രീതിയിൽ പോകാനാണ് സാധ്യത. അല്ല, ഇതപ്പോൾ സെമി ഫൈനലായി കണക്കാക്കുമ്പോൾ ഫൈനലിലും LDF സോഫ. ഇനി അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ആൻഡ് ടേൺ വരണം. അല്ല, അപ്പോഴേക്കും ഈ ശബരിമല, രാഹുൽ മാങ്കൂട്ടം ഒന്നും ഈ തെരഞ്ഞെടുപ്പിന് അതിനൊന്നും നാട്ടുകാർ ഇപ്പോൾ അതൊക്കെ മാറിയെന്ന് ഞാൻ പറഞ്ഞു. ഈ സാധാരണക്കാരാണ് വോട്ട് ചെയ്യാൻ പോകുന്ന മഹാഭൂരിപക്ഷം. അതേ സമയം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ഗവൺമെൻറ് എത്താൻ പറ്റിയിരുന്നു. അപ്പം പെൻഷനുകൾ കൊടുത്തു അവസാന നിമിഷം. അതുപോലെ തന്നെ റേഷൻ ആ രീതി മുടങ്ങിയിട്ടില്ല. ഹോസ്പിറ്റലുകൾ ഒരു താലൂക്ക് ഹോസ്പിറ്റലെല്ലാം ഡയാലിസിസ് സെൻ്ററുകൾ അവർ തുടങ്ങി. സാധാരണ സ്കൂളുകൾ വളരെ രീതിയിൽ കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഭയങ്കരമായിട്ട് മാറി. പഞ്ചായത്ത് റോഡുകൾ കോവിഡ് സമയത്ത് ഒരു
ഫണ്ടിന് അവർക്ക് വലിയ ക്രഞ്ച് നേരിട്ടിരുന്നു. പക്ഷേ പിന്നെ അത് മേക്കപ്പ് ചെയ്തു, ഒരു റോഡുകളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഭരിക്കുന്ന വാർഡുകൾ മാത്രമേ റോഡുകൾ മോശമായിട്ടുള്ളൂ. അവരുടെ വാർഡുകളെല്ലാം നല്ല റോഡുകളും നല്ല. പിന്നെ അവരുടെ സ്ഥാനാർത്ഥികളും ആ രീതിയിൽ എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളുകളെ. ഇത്തവണ മത്സരിക്കാത്ത ആളുകളെ സ്ഥാനത്ത് അവർ പുതിയ ആളുകളെ നിർത്തി. അവർ ഓൾറെഡി 2 വർഷം ഫീൽഡിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും, BJP ആണെങ്കിൽ ഇലക്ഷൻ്റെ 6 മാസം മുമ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങും. കോൺഗ്രസ് ആണെങ്കിൽ 2 മാസം മുമ്പ് തുടങ്ങും. ഇത്തവണ കോൺഗ്രസ് ഓപ്പണായിട്ട് കുറച്ച് നേരത്തെ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥി പറഞ്ഞാൽ റിബൽസ് ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പം പൊതുവേ ആളുകൾക്കൊരു ആലസ്യമുണ്ട്. ആർക്കെതിരെ ആ രീതിയിൽ റിയാക്ട് ചെയ്യണമെന്ന് ആളുകൾ ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശബരിമലയൊക്കെ ബാധിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ മാസമായി പോയി വോട്ട് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ ലോക്സഭാ ഇലക്ഷൻ പോലെ. അത് സംഭവിച്ചിട്ടില്ല. അല്ല, ഈ VD സതീശനെല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും എല്ലാം ചൂണ്ടിക്കാട്ടി തങ്ങൾ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നിരന്തരം അവകാശപ്പെടുക. അല്ല, ലോക്സഭാ ഇലക്ഷൻ അതിൻ്റെ സുധീരൻ തന്നെ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സതീശൻ ഇതിന് മുമ്പ് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഇത് കണ്ട് തുള്ളണ്ടാന്ന്. ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് എസ്പെഷ്യലി പാലക്കാടും നിലമ്പൂരിൽ നേടിയ വിജയങ്ങൾ അവരെ സംബന്ധിച്ച് അവരുടെ മൊബൈൽ ബൂസ്റ്ററായിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് അവർക്കുണ്ട്. പക്ഷേ അത് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് പഞ്ചായത്തിൽ അതേപോലെ ആവണമെന്നില്ല. പക്ഷേ അതൊരു മൊബൈൽ ബൂസ്റ്ററാണ്. അവർ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസം നൽകി. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നിയമസഭയിൽ അവർ സാറ് പറയുന്നത് പോലെ തന്നെ ഈ വ്യക്തി താല്പര്യവും മറ്റു എല്ലാ മത്സരം നടക്കുന്നത് ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരിക്കും. പക്ഷേ ഈ ജില്ലാ പഞ്ചായത്തുകൾ കോർപ്പറേഷനുകളിലെല്ലാം കൃത്യമായി തന്നെ രാഷ്ട്രീയം അവർ നോക്കുന്നുണ്ടല്ലോ. ഇല്ല, കോർപ്പറേഷനുകളിൽ അങ്ങനെയല്ല. അവിടെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് നീ എടുത്തു. ജില്ലാ പഞ്ചായത്ത് നമ്മൾ എഴുതാൻ നോക്കിയാൽ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് LDF മേൽക്കൈ ഉണ്ടാവും തന്നെ ഞാൻ കരുതുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഉണ്ടായപ്പോൾ മേൽക്കൈ പ്രതീക്ഷിക്കേണ്ട. LDF കഴിഞ്ഞ തവണ ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. കഴിഞ്ഞ ഇലക്ഷൻ ഈസി വാക്ക് ഓവർ ആയിരുന്നു. ഇത്തവണ നിയമസഭ ഇലക്ഷൻ ടൈറ്റ് ആവും. അതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഉണ്ടാവും. അതാണ്. അപ്പോൾ സാറ് അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? LDF ഓൾറെഡി ഒരു 70-73 ഒരു 60 സീറ്റ് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 12-13 സീറ്റും കൂടി അവർ ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അവർ ഒരു 5 സീറ്റും കൂടി 5-10 സീറ്റ് അഡീഷണൽ പിടിക്കണം എന്നാണ് അവരുടെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 60 സീറ്റ് അവരുടെ കയ്യിലുണ്ട് ഓൾറെഡി. അതാണ് എൻ്റെ ഒരു കാര്യം. പക്ഷേ മലബാർ മേഖലയിലെല്ലാം വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ LDF-നെതിരെ കേന്ദ്രീകരിച്ചു. ഏത് കാലത്താണ് മലബാർ മേഖലയിൽ ന്യൂനപക്ഷങ്ങൾ LDF-ന് അനുകൂലമായിരുന്നിട്ടുള്ളത്? അവരെപ്പോഴും ലീഗിൻ്റെ കൂടെ കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ ഒരു വിഭാഗം സൗത്തിലാണ് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് കൂടെ തന്നെ ന്യൂനപക്ഷങ്ങൾ പ്രകടമായിട്ട് LDF-ലേക്ക് മാറിയത്. അതിപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലപ്പോൾ അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൊണ്ടുവന്ന് വെച്ചാൽ അവർക്ക് കുറച്ചൊക്കെ സംഘടനകളൊക്കെ വിചാരിച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇനിയിപ്പോൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതുവേ നോക്കിയാൽ മുസ്ലിം വോട്ട് UDF-ന് അനുകൂലമായിട്ട് കിട്ടുന്നതാണ്. UDF-ൻ്റെ കൂടെ വന്നപ്പോൾ LDF കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചിട്ടുണ്ട്. അത് മുസ്ലിം വോട്ട് അത്ര നിർണ്ണായമൊന്നുമല്ല. അവരുടെ കുറവ് വോട്ട് 7 വോട്ടൊന്നും ഒഴുക്കില്ലാതെ നോക്കി അഡീഷണൽ കിട്ടുന്ന മുസ്ലിം വോട്ടുകളും മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ലോക്സഭാ കാലത്ത് പോയ അല്ല 7 വോട്ട് ഒന്ന് തൃശ്ശൂർ ഒരു സുരേഷ് ഗോപി പ്രതിഭാസം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് ആലപ്പുഴ ആരിഫിനെ തോൽപ്പിക്കണം ആ പാർട്ടിൻ്റെ ഉള്ളിലുള്ളതെന്ന് പണിഞ്ഞിരുന്നു. അതിനും കൂടി കൊണ്ടാണ് അങ്ങനെയാണ് അത് വന്നത്. പിന്നെ പൊതുവെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ BJP ന്യൂ ജനറേഷൻ യുവാക്കളുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് നിയമസഭയിൽ ആ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു നിർബന്ധമില്ല. പിന്നെ അത് പുതിയ ആളുകളും പുതിയ ഇലക്ഷനുമാണ്. പഞ്ചായത്ത് ഇലക്ഷനും അതേപോലെ തന്നെ വരണമെന്നില്ല. ഇൻറോഡ്സ് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഇവരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് നിയമസഭയിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾ കുറച്ചുകൂടി നല്ല ഫെമിലിയർ ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ LDF-ൻ്റെതാകുമ്പോൾ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് പഞ്ചായത്തിൽ. അപ്പോൾ രാജീവ് അമിത്ഷായും പ്രതീക്ഷിച്ചൊരു വിജയമുണ്ടല്ലോ, അപ്പോൾ അത് ലഭിക്കാനായി ഇനിയും കാത്തിരിക്കണം. ഏത് ഭരണം കിട്ടാനോ? അല്ല, ഈ 25%-ലധികം വോട്ടും അല്ല, 2 കോർപ്പറേഷനുകൾ 25% കിട്ടുമെങ്കിൽ അല്ല 20% നിലനിർത്താൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം അറൗണ്ട് 20% വരും. തിരുവനന്തപുരം കിട്ടില്ല. തൃശ്ശൂർ നില മെച്ചപ്പെടുത്തും. പിന്നെ കോർപ്പറേഷൻ ലഭിക്കില്ല, കോർപ്പറേഷൻ കിട്ടില്ല. പക്ഷെ നിയമസഭയിൽ ഒരു 5 വരെ സീറ്റുകളെങ്കിലും നേടാം. അതിൻ്റെ സാധ്യതയുണ്ട്. അവർ പരസ്പരം വലിച്ചിട്ടില്ലെങ്കിൽ. ഇതിൻ്റെയൊക്കെ നമ്മളൊക്കെ പ്രവചനം തെറ്റിപ്പോകാൻ ഇപ്പോൾ പരസ്പരം വലി ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അത് നമുക്കും ചെയ്യാം. പ്രവചനമല്ല, നമ്മൾ അനുമാനങ്ങൾ തെറ്റിപ്പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.